പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുക അതീവ ഗുരുതരമായൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ കേരളത്തിലെ മയക്കുമരുന്ന് ഒപ്പം തന്നെ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ അപകടകരമായ വളർച്ചയെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് രാവിലെ അതീവ ദുഃഖകരമായൊരു വാർത്തയാണ് നമ്മൾ ശ്രവിച്ചത്. കണ്ണൂരിൻ്റെ മലയോര ഗ്രാമത്ത് മയക്കുമരുന്നിന് അടിമയായ ഒരു മകൻ തൻ്റെ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. കേൾക്കുമ്പോൾ നമുക്ക് വളരെ വലിയ ഭീതിയാണ് തോന്നുക. കാരണം നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കും. പക്ഷെ മയക്കുമരുന്നിന് അടിമയായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമാണ്. ആ രീതിയിലാണ് മയക്കുമരുന്ന് അവനിൽ പ്രവർത്തിക്കുക. നോക്കൂ, അടുത്ത നാളുകളായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ആപത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഈ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഉപയോഗം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഉപയോഗം ഒരു തലമുറയെ തന്നെയാണ് ഇല്ലാതെയാക്കുക. മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആൾക്കാർ ചിലരൊക്കെ കഞ്ചാവ് വലിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ടാകാം അത്. പക്ഷേ ആ കാലമൊക്കെ കടന്നുപോയി. ഇന്ന് കൗമാരക്കാർ മുതൽ മുതിർന്നവർ വരെ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടമാണിത്. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ ഒരു തലമുറയാണ് ഇല്ലാതെയാകുക. നിസ്സാരമായ തർക്കങ്ങൾ, കയ്യാങ്കളികൾ, ഇവയൊക്കെ തന്നെ അവസാനം വലിയ കൊലപാതകത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണ്. ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നു. നമ്മൾ ഇതിനെതിരെ വളരെ ജാഗ്രതയോടുകൂടി പോരാടേണ്ട ഒരു സമയമാണിത്. ഇല്ല എങ്കിൽ വരുന്ന ഒരു തലമുറയെ നമുക്ക് കൈമോശം വന്നു പോകും. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ ഇതിൻ്റെ അതിപ്രസരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് സാധാരണഗതിയിൽ സ്കൂൾ അടയ്ക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന വലിയ ബഹളങ്ങളും അടിപിടികളും ആക്രോശങ്ങളും അതിനോടൊപ്പം നടക്കുന്ന മറ്റു പല ആക്രമണ പ്രവർത്തനങ്ങളും. അതുമാത്രമല്ല, ഇന്ന് എല്ലാ മേഖലകളിലും ലഹരി പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടേഴ്സിൻ്റെ ബാച്ചിലർ പാർട്ടിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് പോലീസ് അറസ്റ്റ് നടന്ന കാര്യം മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ സെലിബ്രിറ്റികളുടെ പാർട്ടികളിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഈ നാടിൻ്റെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ അദൃശ്യമായ കരങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ്റോ നാർക്കോട്ടിക്സല്ലോ പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചാൽ ഇതിനൊരു അവസാനമുണ്ടാകില്ല. ഇതിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും രംഗത്തിറങ്ങണം. അതിനായിട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇതിനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയാൽ തീർച്ചയായും അത് അധികാരികളിലേക്ക് എത്തിക്കാൻ നമ്മൾ ബദ്ധശ്രദ്ധാലുക്കളാകണം. പ്രത്യേകിച്ച് സ്കൂളുകളിൽ PTA അതിശക്തമായി ഇടപെടണം. കോളേജുകളിൽ രാഷ്ട്രീയ സംഘടനകളും ഒപ്പം തന്നെ മറ്റ് സംഘടനകളും ഇതിനെതിരെ നിതാന്ത ജാഗ്രത പാലിക്കണം. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.